സാർ, ഈ കണ്ണൂരിലെ ആൾക്കൂട്ട വിചാരണ കേസിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. അത് ഒരു കൂട്ട അതെ ഒരു കൂട്ട SDPI പ്രവർത്തകരാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വാർത്തകളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ സ്വന്തം വീട്ടുകാർ തന്നെ, അതായത് സ്വന്തം അമ്മ തന്നെ ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ടാണ് പറയുന്നത്. അവരല്ല ഇതിന് കാരണം എന്നുള്ളതാണ് പറയുന്നത്. എന്തായിരിക്കും അമ്മ ഇങ്ങനെ പറയാനുള്ള കാരണം? മറ്റെന്തെങ്കിലും ഇതിൻ്റെ ലക്ഷ്യങ്ങളുണ്ടോ ബാക്കിൽ? ഈ കണ്ണൂരിൽ കായലോട് പറമ്പായിലാണ് ഈ സംഭവം. റസീന എന്ന 40-കാരിയാണ് ചൊവ്വാഴ്ച ആത്മഹത്യ ചെയ്തത്. ആൾക്കൂട്ട വിചാരണ ഒരു ആൺ സുഹൃത്തിനോട് സംസാരിച്ചു. അതും തൻ്റെ പകുതി മാത്രം പ്രായമുള്ള, ഇവർക്ക് 40 വയസ്സുണ്ട്, ഏതാണ്ട് 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചു എന്ന കുറ്റത്തിനാണ് ഈ സംസാരിച്ച യുവാവിനെ മർദ്ദിച്ച് അവശനാക്കുകയും കയ്യിലുണ്ടായിരുന്ന മൊബൈലും ടാബും ഒക്കെ പിടിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്തു. ഈ സ്ത്രീക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിൽ മനംനൊന്താണ് ഈ സ്ത്രീ ആത്മഹത്യ ചെയ്തത്, റസീന. അവരുടെ ഭർത്താവ് ഗൾഫിലാണ്, 3 മക്കളുമുണ്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ ഉമ്മയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. റസീനയുടെ ഉമ്മ പറയുന്നത്, ഫാത്തിമ പറയുന്നത്, ഈ ഇപ്പോൾ അറസ്റ്റിലായവരെല്ലാം SDPI പ്രവർത്തകരാണ്. SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ്. നമുക്കറിയാം, അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI. ആ SDPIയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ അറസ്റ്റിലായ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ അറസ്റ്റിലായവർ അവരെല്ലാം നിരപരാധികളാണ്. മകളുടെ ആത്മഹത്യയ്ക്ക് കാരണം ഈ ആൺ സുഹൃത്താണ് എന്ന് പറഞ്ഞവർ രംഗത്ത് വന്നിരിക്കുകയാണ്. അത് സംബന്ധിച്ച് അവർ പരാതി കൊടുക്കുകയും ചെയ്തു പോലീസിൽ. പക്ഷെ പോലീസ് ആ പരാതി മുഖവിലേക്ക് എടുത്തിട്ടില്ല. പോലീസ് അത് അന്വേഷിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ പോലീസിന് വളരെ കൃത്യമായിട്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇവരുടെ ആൺ സുഹൃത്തിനെ SDPIയുടെ ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തി ചോദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ആ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ ഈ വിഷയം ഉണ്ടായപ്പോൾ വിളിച്ചിരുത്തി സംസാരിച്ചു, പരിഹരിക്കാൻ ശ്രമിച്ചു എന്ന മട്ടിലാണ് ഇപ്പോൾ പ്രചാരണം. പക്ഷേ അങ്ങനെയല്ല. ഈ റസീനയുടെ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമായിട്ട് പേരെടുത്ത് പറയുന്നുണ്ട്, ഇന്ന ആൾക്കാർ എന്നെ അപമാനിച്ചു, എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചു, എന്നെ എൻ്റെ പേര് ആൺസുഹൃത്തിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടാ അത്തരത്തിൽ എന്തെങ്കിലും അത് പോലീസ് അദ്ദേഹം ഇതിൽ ഇടപെട്ടില്ല, അല്ലെ അദ്ദേഹം അല്ല ഇതിന്റെ കാരണക്കാരനോടി ആ കുട്ടി അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയൊരു. അതെ, തീർച്ചയായിട്ടും ഈ കുട്ടി ഈ ആൺ സുഹൃത്തിൻ്റെ പേര് പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. കാരണം പോലീസ് അത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. പോലീസ് പറയാതെ നമുക്ക് ആ കാര്യം പറയാൻ സാധിക്കില്ല. ഞാൻ അറിയുന്നത്, കിട്ടുന്ന വിവരം ശരിയാണെങ്കിൽ ഈ ആൺ സുഹൃത്ത് അവരുടെ തന്നെ സമുദായത്തിൽപ്പെട്ട ഒരു യുവാവാണ്. അയാളോട് കണ്ടു, സംസാരിച്ചു, കാറിനടുത്ത് വെച്ച് സംസാരിച്ചു എന്നാണ് ഇവർ ആദ്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉമ്മയുടെ പരാതി അനുസരിച്ചാണെങ്കിൽ ഇവർ രണ്ടുപേരും കാറിനുള്ളിലിരിക്കുകയായിരുന്നു. ഇത് കണ്ട് ഇവർ ചോദ്യം ചെയ്ത് ഈ സ്ത്രീയെ പറഞ്ഞു വിട്ടു എന്നാണ്. അതായത് മരിച്ചുപോയ സ്വന്തം മകൾ എന്തോ കുഴപ്പം ചെയ്തു എന്ന മട്ടിലാണ് ഈ ഉമ്മ തന്നെ പറയുന്നത്. എത്ര മോശമായൊരു കാര്യമാണിത് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം മകൾക്കെതിരെ, ആ മകളുടെ മരിച്ചുപോയ ആ പെൺകുട്ടി, ആ സ്ത്രീക്കെതിരെ, അവരുടെ ആ വ്യക്തിത്വത്തിനെതിരെ, ആ ആത്മാവിനെതിരെയൊക്കെയാണ് ഈ പറയുന്നത്. വളരെ മോശമാണ്. കാരണം മകൾക്ക് 40 പവൻ്റെ ആഭരണം ഇട്ട് കല്യാണം കഴിപ്പിച്ചു. ഇപ്പോൾ ആഭരണമൊന്നുമില്ല. മകൾ പലരുടെയിൽ നിന്നും കടം വാങ്ങി. ഈ ആഭരണം നഷ്ടപ്പെട്ടതും ഈ കടം വാങ്ങിയതും എല്ലാം ഈ ആൺ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഈ ഉമ്മ ഇപ്പോൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഫാത്തിമ നൽകിയ പരാതിയിൽ പറയുന്നത്. കൂടെ അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ റസീനയുടെ ഭർത്താവ് വളരെ നല്ല ആളാണ്, കുഴപ്പക്കാരനല്ല. ഈ ആൺ സുഹൃത്ത് ഇടയ്ക്കിടെ റസീനയെ കാണാൻ വരാറുണ്ടായിരുന്നു എന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് അവർ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിനൊന്നും വ്യക്തമായ തെളിവുകളൊന്നുമില്ല. ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുകയാണ്. പരാതിയിൽ നമുക്ക് ഇങ്ങനെ എന്ത് ആരോപണവും പറയാമല്ലോ. പോലീസ് അത് അന്വേഷിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ കമ്മീഷണർ തലശ്ശേരി ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും കണ്ണൂരിലെ കമ്മീഷണർ ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടും ഈ പറയുന്നത് പോലെ ഈ സ്ത്രീയെ അപമാനിച്ചു, അവരെ വളരെ മോശം സ്ത്രീയായിട്ട് ചിത്രീകരിച്ചു. ഈ ആൺ സുഹൃത്തിനെ കൊണ്ടുപോയി മർദ്ദിച്ചു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഈ SDPI പ്രവർത്തകരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം സത്യമാണ്,
ഇവർ ഇയാളെ കൊണ്ടുപോയി ഇയാളുടെ കയ്യിലിരുന്ന മൊബൈൽ പിടിച്ചു വാങ്ങി എന്നുള്ളത് സത്യമാണ്. ഇനി ആശുപത്രി ഈ മർദ്ദനമേറ്റ ആൾ തീർച്ചയായിട്ടും ആശുപത്രിയിൽ പരിശോധന നടത്തുമല്ലോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പരിശോധന നടത്തി അവിടുന്ന് സർട്ടിഫൈ ചെയ്യും മർദ്ദനമേറ്റിട്ടുണ്ടോ ഇല്ലയോ, അതിൽ നിന്ന് കൂടുതൽ വ്യക്തമാകും. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും. ഇപ്പോൾ ഈ 3 പേര് റിമാൻഡിലാണ്. കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി മറ്റ് ഇതിനകത്ത് ഭാഗം ചേർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസ് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയും അതേസമയം ഈ മരിച്ച സ്ത്രീയുടെ അമ്മ തന്നെ ഇത്തരത്തിലൊരു അവകാശവാദവുമായിട്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ്. ഒരു വലിയ ഭീഷണി അവർക്ക് നേരെ ഉണ്ട് എന്ന് വ്യക്തമാണ്. ഈ പറയുന്നത് പോലെ SDPIയുടെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണി ഇല്ലാതെ, ഇപ്പോൾ അവർ പറയുന്നത് ഈ അറസ്റ്റിലായതിൽ ഒരാൾ എൻ്റെ സഹോദരിയുടെ മകനാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളും ഒക്കെ വലിയ സമ്മർദ്ദവുമായിട്ട് വന്നിട്ടുണ്ടാകാം. അതിൻ്റെ ഫലമായിട്ടാണ് ഇവർ ഇത് പറഞ്ഞത്. മറ്റൊരു പ്രധാന കാര്യം, ഈ മരിച്ചുപോയ പെൺകുട്ടിയുടെ ഉമ്മയും ബാപ്പയും, അമ്മയും അച്ഛനും, അവർ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്, CPMൻ്റെ അടിയുറച്ച പ്രവർത്തകരാണ്. അങ്ങനെ ഒരു CPM കുടുംബത്തിനകത്താണ് ഈ SDPIയുടെ വിളയാട്ടം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് പോലും ഇത് സംബന്ധിച്ച് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, CPM നേതാക്കൾ ആരും അങ്ങനെ കാര്യമായിട്ട് ഒന്നും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടിയിട്ടില്ല. ആകെ ഇതിനെതിരെ രംഗത്ത് വന്നത് CPMൻ്റെ PK ശ്രീമതിയാണ്. PK ശ്രീമതി വളരെ ശക്തമായിട്ട് ഇതിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇത് താലിബാനിസമാണ് എന്നാണ്. അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുന്നത് താലിബാൻ നിയമം അനുസരിച്ച് പാടില്ല. ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ സഹോദരൻ്റെയോ സാന്നിധ്യത്തിൽ മാത്രമേ അന്യപുരുഷനോട് സംസാരിക്കാവൂ, അതും പരിപൂർണമായിട്ട് മുഖം മറച്ചിരിക്കണം എന്നൊക്കെയുള്ള താലിബാൻ നിയമങ്ങളാണ്. ആ താലിബാനിസമാണ് ഇവിടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അതിനെതിരെ അതിശക്തമായിട്ട് നിയമ നടപടി കൈക്കൊള്ളണം എന്നാണ് ഇപ്പോൾ PK ശ്രീമതി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും PK ശ്രീമതി ഈ വിഷയത്തെ വളരെ എന്താ പറയേണ്ടത്, ഗൗരവത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇതിനെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഭരിക്കുന്നത് CPM ആണ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ്. അതിൻ്റെ അർത്ഥം താലിബാനിസം കേരളത്തിലുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെ വീഴ്ചയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണെന്നും കൂടിയാണ്. അതും ശ്രീമതി പറയാതെ പറയുകയാണ്. വളരെ പിണറായി വിജയനെയോ ആഭ്യന്തര വകുപ്പിനെയോ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും താലിബാനിസം കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ താലിബാനിസം കേരളത്തിൽ വളരാൻ കാര്യം ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ്, പിണറായി വിജയൻ്റെ വീഴ്ചയാണ് എന്ന് തന്നെയാണ്. അതിന് അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഒരു കാര്യം ശ്രീമതി വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും തമ്മിൽ സംസാരിക്കാനും അവർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് നമ്മുടെ രാജ്യം. അതൊന്നും ആരും കവർന്നെടുത്തിട്ടില്ല. അതിനെ കവർന്നെടുക്കാനായിട്ട് ഒരു ഭീകര സംഘടനയും ഇങ്ങോട്ട് വരണ്ട, അതൊന്നും വകവെച്ചു കൊടുക്കില്ല എന്ന അർത്ഥത്തിലാണ് അവർ PK ശ്രീമതി പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും PK ശ്രീമതി ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതൊരു ആത്മഹത്യയല്ല, ഇത് സത്യത്തിൽ ആൾക്കൂട്ട കൊലപാതകമാണ്. ആൾക്കൂട്ട വിചാരണയുടെ ഫലമായിട്ട് ഒരു സ്ത്രീക്ക് അപമാനം സഹിക്കവയ്യാതെ സ്വന്തം ജീവൻ ഒടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇത് ആൾക്കൂട്ട കൊലപാതകമാണ് എന്നും PK ശ്രീമതി പറഞ്ഞു വയ്ക്കുന്നു. സത്യത്തിൽ അതെല്ലാം CPMൻ്റെയും പിണറായി വിജയൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും മുഖമടച്ച് കിട്ടുന്ന അടി കൂടിയാണ് PK ശ്രീമതിയുടെ ഓരോ വാക്കുകളും. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ 3 പേരല്ല, SDPIക്കാരായ 3 പേർ മാത്രമല്ല, വേറെയും ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട്. അവർക്കെതിരെയും കർശനമായ നടപടി വേണം എന്നാണ് PK ശ്രീമതി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ഈ പറയുന്നത് പോലെ അതൊരു CPM കുടുംബമാണ്. അപ്പോൾ ആ CPM കുടുംബത്തിന് വേണ്ട സംരക്ഷണം കൊടുക്കുകയും അവരെ ഈ പറയുന്ന ഈ കാടത്തത്തിനെതിരെ, ഈ താലിബാനിസത്തിനെതിരെ ശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് വേണ്ട സാഹചര്യം ഒരുക്കുകയും ചെയ്യേണ്ടത് പാർട്ടിയാണ്. പക്ഷെ ആ പാർട്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഈ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ നേതാവായ PK ശ്രീമതി മാത്രമാണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത്. വനിതാ കമ്മീഷൻ അടക്കമുള്ളവരുടെ യാതൊരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. ഈ നാട്ടിൽ വനിതാ കമ്മീഷൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കുടുംബത്തിൻ്റെ മേൽ, റസീനയുടെ ഉമ്മയുടെയും ബാപ്പയുടെയും മേൽ അതിശക്തമായ സമ്മർദ്ദം ആരോ ചെലുത്തുന്നുണ്ട്.
അവർ ഭയത്തിലാണ്, അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവർ സ്വന്തം മകൾക്കെതിരെ, അതും മരിച്ചുപോയ മകൾക്കെതിരെ ഇത്തരത്തിലൊരു പരാതി, മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത് ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കേരളം വാസ്തവത്തിൽ ഇന്ന് ആരാണ് ഭരിക്കുന്നത്? CPM ആണോ അതോ SDPI ആണോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട സ്ത്രീയുടെ, ഒരു 40കാരിയായ ഒരു വീട്ടമ്മയുടെ 3 മക്കളുടെ അമ്മയ്ക്ക് ജീവനൊടുക്കേണ്ടി വന്നെങ്കിൽ, അപമാനഭാരം നിമിത്തം ജീവനൊടുക്കേണ്ടി വന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ നാട്ടിലെ പോലീസിനും ആഭ്യന്തര വകുപ്പിനും അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഒന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. അത് തന്നെയാണ് CPM ദേശീയ നേതാവ്, മഹിളാ അസോസിയേഷൻ്റെ ദേശീയ നേതാവ് കൂടിയായ PK ശ്രീമതി പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്.